പിണറായി വിജയൻ സാറിന്. എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സാർ. പരസ്പരത്തിലെ പത്മാവതി എന്ന കഥാപാത്രം മതി രേഖ രതീഷിനെ പ്രേക്ഷകർക്ക് ഓർത്തിരിക്കാൻ. അഭിനയയാത്ര പതിറ്റാണ്ടുകൾ താണ്ടി മുന്നോട്ട് കുതിക്കുമ്പോഴും വ്യക്തിജീവിതം അവർക്ക് ഇപ്പോഴും വേദന തന്നെയാണ്. പ്രണയബന്ധങ്ങളും വ്യക്തിജീവിതത്തിലെ തീരുമാനങ്ങളുമൊക്കെ രേഖയുടെ ജീവിതത്തെയും കരിയറിനെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. നടി തമിഴ് നടനുമായി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായാണ് വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇതിനിടയിൽ ഏറെ നാളുകളായി തന്നെ മാനസികമായി തളർത്തുന്ന ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെതിരെയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ് രേഖ രതീഷ് ഇപ്പോൾ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് തൻ്റെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് രേഖ മനസ്സ് തുറക്കുന്നത്. പ്രിയപ്പെട്ട സർക്കാർ പിണറായി വിജയൻ സാർ, ഞാൻ രേഖ രതീഷ്. സീരിയൽ ഇൻഡസ്ട്രിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 8-9 മാസങ്ങളായി ജോലിയില്ലാതെ ഫ്ലാറ്റിൽ കഴിയുകയാണ്. കഴിഞ്ഞ 2-3 മാസമായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെയുണ്ട്. എന്നെക്കുറിച്ച് മോശമായി ക്യാപ്ഷൻ കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. എനിക്ക് ഈ മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ജീവൻ പൊലിയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടി. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് ജീവിക്കാനുള്ള ശേഷി ഇല്ലാതാവുകയാണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നാൽ ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇത് അവസാനിക്കണം. എന്നെ മാത്രമല്ല, എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്നുണ്ട്. ദയവായി ഇതിനെതിരെ ശക്തമായ തീരുമാനമെടുക്കണമെന്നും രേഖ പറയുന്നു.